അമേരിക്കയിൽ ഒരു കുടുംബത്തിലെ എല്ലാവരും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് കൊല്ലത്ത് 2 ഗ്രാമങ്ങൾക്ക് നടുക്കവും വേദനയുമായി. ഇപ്പോൾ കർമാനൂസിന്റെ പ്രതിനിധി സംഘം അമേരിക്കയിൽ വെടിയേറ്റ നിലയിൽ മരിച്ച ആനന്ദ് സുജിത് ഹെൻറി, ഭാര്യ ആലീസ് പ്രിയങ്ക ബെൻസിഗർ ഇവരുടെ മാതൃഭവനങ്ങൾ കൊല്ലത്ത് സന്ദർശിച്ചു. കാലിഫോർണിയ സാൻ മറ്റേയോയിൽ താമസിച്ചിരുന്ന കൊല്ലം സ്വദേശി ആനന്ദ് സുജിത് ഹെൻറി, ഭാര്യ ആലീസ് പ്രിയങ്ക ബെൻസിഗർ ഇവരുടെ ഇരട്ടക്കുട്ടികളായ നോഹ, നെയ്തൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇരട്ടക്കുട്ടികൾ ബെഡ്റൂമിൽ കൊല്ലപ്പെട്ട നിലയിലും ആനന്ദ് സുജിത് ഹെൻറിയും ഭാര്യ ആലീസ് പ്രിയങ്ക ബെൻസിഗറും ഇവരുടെ കുളിമുറിയിലും ആയിരുന്നു മരിച്ചു കിടന്നത്. ഭാര്യയുടെയും ഭർത്താവിന്റെയും ശരീരത്ത് വെടിയേറ്റിരുന്നു. ഭാര്യയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ആനന്ദ് സ്വയം വെടിയുതിർത്ത് മരിച്ചതാണ് എന്നാണ് പ്രാഥമിക വിവരം. ഭാര്യയെ കൊന്ന ശേഷം ഇരട്ടക്കുട്ടികളെയും വധിച്ച ശേഷമായിരിക്കണം ആനന്ദ് മരിക്കുന്നത്. കുളിമുറിയിൽ നിന്നും തിരകൾ നിറച്ച പിസ്റ്റൾ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഏറ്റവും വേദനാജനകമായ കാര്യം ആനന്ദ് സുജിത് ഹെൻറിയുടെ കൊല്ലത്തെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ്. 6 മക്കളിൽ ഒരാളായിരുന്നു സുജിത്ത്. മൂത്ത സഹോദരൻ പഠനകാലത്ത് മാർക്ക് കുറഞ്ഞു പോയതിന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മറ്റൊരു സഹോദരൻ അപകടത്തിൽ മരിച്ചു. ഇപ്പോൾ ഒരാൾ കൂടി ഈ കുടുംബത്തിൽ മരണപ്പെടുമ്പോൾ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറത്തായി ദുഃഖം. ഇന്ന് 14/2/2024 കൊല്ലം നഗരം ഉണരുന്നത് തന്നെ വളരെ ദുഃഖകരമായ ഒരു വാർത്ത അറിഞ്ഞാണ്. കൊല്ലം ടൗണിനോട് അടുത്ത് തന്നെയുള്ള രണ്ടാംകുറ്റിയും പട്ടത്താനവും ഏതാണ്ടൊരു 3-4 കിലോമീറ്ററിനകത്തുള്ള വ്യത്യാസമേ ഉള്ളൂ. ഈ 2 വീടുകൾ തമ്മിലുള്ള അകലം. അവിടെയാണ് ഒരു ദാരുണമായ ഒരു സംഭവം അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഉണ്ടായത്. ഇന്നലെ രാത്രി നടന്നു. ഇന്ന് കാലത്തെ ആ നഗരവാസികളെല്ലാം, സമീപപ്രദേശത്തിലുള്ളവരെല്ലാം ഈ വാർത്തയറിഞ്ഞ് ആ പിഞ്ചു കുട്ടികളുടെ മുഖമോർത്ത് വളരെ ദുഃഖത്തിലാണ്. കൊല്ലം ഫാത്തിമമാത നാഷണൽ കോളേജിലെ മുൻ പ്രിൻസിപ്പാൾ, പട്ടത്താനം വികാസ് നഗറിലെ ഡോക്ടർ ജി ഹെൻറിയുടെയും ശാന്തമ്മയുടെയും മകൻ ആനന്ദ് സുജിത് ഹെൻറിയാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രിയങ്ക, രണ്ടാംകുറ്റി പ്രിയദർശിനി നഗർ വെളിയിൽ വീട്ടിൽ മധുരമൻ പരേതനായ ബെൻസിഗറിൻ്റെയും ജൂലിയറ്റിൻ്റെയും ഏക മകളാണ് പ്രിയങ്ക. ഈ വിവരം അറിഞ്ഞു. അതേപോലെ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട എൻ്റെ സഹോദരന്മാർ ശ്രീ അജീഷും അജിത്തും അമേരിക്കയിലെ കാലിഫോർണിയയിലേക്ക് ഇന്നലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. ഇന്നവിടെ എത്തിച്ചേരും. നമ്മൾ ഇന്നവിടെ 2 വീടുകളിലും പോയിരുന്നു. ശ്രീ പ്രിയങ്കയുടെ വീട്ടിൽ ചെന്നു, മാതാവിനെ കാണാൻ ശ്രമിച്ചു, നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. പക്ഷേ അവിടെ എല്ലാം തന്നെ ഭയാനകമായ ഒരു ഭയപ്പാടിനെ പോലെ ഒരു വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മൾ പോയത് മറ്റൊന്നുമല്ല, ഇത്തരത്തിലൊരു മരണം അമേരിക്കയിൽ നടക്കുമ്പോൾ എങ്ങനെ സംഭവിച്ചു, എന്തെങ്കിലും ആശങ്കകളോ ആകുലതകളോ ഉണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയും, സ്വാഭാവികമായിട്ട് ഭാര്യ-ഭർത്താവ് ബന്ധത്തിലുള്ള ചേർച്ചയില്ലായ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിൽ അത്യാഹിതമായി സംഭവിച്ച ഒന്നാണോ, അതല്ല അദ്ദേഹം ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങി, പുറമേ നിന്ന് ബാഹ്യശക്തികളുടെ ഇടപെടലോ മറ്റെന്തെങ്കിലും ശത്രുതാപരമായിട്ടാണോ ഈ ആപത്ത് സംഭവിച്ചത് എന്നുള്ള തിരിച്ചറിവ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയിൽ അന്യരാജ്യത്ത് പോയാൽ അതിൻ്റെ സുരക്ഷിതത്വവും അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളാനും നമുക്ക് കേന്ദ്ര സർക്കാരിൽ കൂടെ നമ്മുടെ മാധ്യമങ്ങൾ വഴി അവർക്ക് അറിയിപ്പ് കൊടുക്കാനും അല്ലെങ്കിൽ അതിനുവേണ്ട നടപടികൾ ചെയ്യാനും വേണ്ടി ആയിട്ടാണ് നമ്മൾ ശ്രമിച്ചത്. അവിടെ ചെന്നപ്പോൾ ഇന്നത്തെ അറിയാമല്ലോ, മരണപ്പെട്ട ദുഃഖകരമായ അവസ്ഥ. അവരെല്ലാം ആകെ വിഷമത്തിലാണ്. പരിസരവാസികളും പ്രദേശവാസികളും തന്നെ എല്ലാം വളരെ വിഷമത്തിലാണ്. ഞങ്ങൾ പ്രൊഫസർ സാറിനെ കാണാൻ പോയി. അവിടെ വീട്ടിൽ ചെന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിലും ബന്ധുമിത്രാദികളും നിരവധി പേർ വന്ന് അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന് ഒന്നും തന്നെ പറയാൻ കഴിയില്ല. എന്തെങ്കിലും ഊഹാപോഹങ്ങൾ വെച്ച് പറഞ്ഞാൽ നാളെ അതൊരു വിഷമകരമാകും. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ നടക്കത്തുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ വ്യക്തമായൊരു ചിത്രം വന്നതിന് ശേഷം അദ്ദേഹം നമ്മളോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്നത്തെ കൊല്ലം നഗരത്തെ ഞെട്ടിച്ച ഈ ഒരു സംഭവം, ആ പിഞ്ചു കുട്ടികളുടെ മുഖം ഓർക്കുമ്പോൾ ഏതൊരു മനുഷ്യ വ്യക്തികൾക്കും ഉറങ്ങാൻ കഴിയാത്ത ഒരു ദിവസമായിപ്പോയി. ഈ ദാരുണമായ സംഭവം ഇനി ഒരിക്കലും ഒരിടത്തും ഉണ്ടാകാതിരിക്കട്ടെ. എന്തു തന്നെ ആയാലും, കൊലപാതകമായാലും ആത്മഹത്യയായാലും എന്തു തന്നെ, ഈ വേർപാട് വേദനാജനകമാക്കുന്നു. കൊല്ലം നഗരത്തിലെ എല്ലാ നിവാസികൾക്കും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു.